ബി.ജെ.പിയിലെ സമുന്നത നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ എൽ.കെ. അദ്വാനിക്ക് പൊടുന്നനവെ ഭാരതരത്ന പുരസ്കാരം നൽകാൻ മോദി സർക്കാർ തീരുമാനിച്ചു. മോദിയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഈ വാർത്ത പരന്നത്. സാധാരണ നിലയിൽ രാഷ്ട്രപതിയാണ് ഇത്തരം അവാർഡുകൾ പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ മോദി കാലത്ത് എന്തും സാധ്യമാകും എന്നുള്ളതുകൊണ്ട് മോദി ഇക്കാര്യം പുറത്തുവിട്ടതിനെക്കുറിച്ച് ആർക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടാകില്ല. എന്താണ് അദ്വാനിക്ക് ഭാരതരത്ന നൽകാനുള്ള യോഗ്യത? 11 ദിവസം മുമ്പാണ് മറ്റൊരാൾക്ക് ഭാരതരത്ന നൽകിയത്. അത് കർപ്പൂരി ഠാക്കൂറിനായിരുന്നു. ബീഹാറിൽ നിന്നുള്ള അതിപിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് ജനസംഘം തന്നെയായിരുന്നു. കർപ്പൂരി ഠാക്കൂറിന് പുരസ്കാരം നൽകി. അതിനുശേഷം ഇപ്പോൾ അദ്വാനിക്കും പുരസ്കാരം നൽകിയിരിക്കുകയാണ്. കർപ്പൂരി ഠാക്കൂർ മണ്ഡല രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നുവെങ്കിൽ, മണ്ഡല രാഷ്ട്രീയം വരുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ സംവരണം ഏർപ്പെടുത്തിയത്, അതിപിന്നോക്ക സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തിയത്. പൊതുവെ മണ്ഡല രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന ലാലു പ്രസാദും മുലായം സിംഗും അതിനു മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹത്തിന് നൽകി സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ സർക്കിളിൽ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിൽ അത് വലിയ അസ്വാരസ്യം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മണ്ഡല രാഷ്ട്രീയത്തിൽ നിന്നായിരുന്നു. വി.പി. സിംഗ് 27% സംവരണം ഒ.ബി.സിക്കാർക്ക് നൽകിയപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധിയെ മറികടക്കാനാണ്, അതായത് ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെങ്കിൽ ഹിന്ദുക്കളെ ഒ.ബി.സി ആയിട്ടും അതിപിന്നോക്ക വിഭാഗമായിട്ടും സവർണരായിട്ടും ഒക്കെ വിഭജിക്കുന്ന ഒരു രീതിയാണ് മണ്ഡല രാഷ്ട്രീയത്തിന് ഉള്ളത് എന്നും അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാണ് എന്നുമുള്ള ഒരു ആഖ്യാനമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇങ്ങനെ വിവിധ ജാതികളെ വിഭജിക്കപ്പെട്ട ഹിന്ദുക്കളെ വീണ്ടും ഒരു ചരടിൽ കോർത്തിണക്കാൻ ലക്ഷ്യമിട്ടാണ് അദ്വാനി 1990 സെപ്റ്റംബർ 25 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും രഥയാത്ര ആരംഭിച്ചത്. ആ രഥയാത്രയെ 1990 തന്നെ ഒക്ടോബർ 30 കർപ്പൂരി ഠാക്കൂറിൻ്റെ ജന്മദേശമായിട്ടുള്ള സമസ്തിപൂരിൽ വെച്ച് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്തത്. കാരണം മണ്ഡല രാഷ്ട്രീയം ഒരു ഭാഗത്ത്, കമണ്ഡല രാഷ്ട്രീയം മറുഭാഗത്ത്. കാരണം മണ്ഡല രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ആദരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കമണ്ഡല രാഷ്ട്രീയക്കാർ ക്ഷുഭിതരാവുകയും ആ ക്ഷോഭത്തെ തണുപ്പിക്കാനെന്നോണം അദ്വാനിക്കും ഈ പുരസ്കാരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമാണോ ഇതിന് കാരണം? അല്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. കാരണം ഇതിന് വലിയ മാനങ്ങളുണ്ട്. അദ്വാനി എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 1980-കളിലാണ്. അദ്ദേഹം 1927 കറാച്ചിയിലാണ് ജനിച്ചത്, പാകിസ്ഥാനിലാണ് ജനിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ആ കുടുംബം ബോംബെയിലേക്ക് വരുന്നതും പിന്നീട് അദ്ദേഹം ജനസംഘം പ്രവർത്തകനാകുന്നതും രാജസ്ഥാനിൽ ആദ്യം പ്രവർത്തിക്കുന്നതും പിന്നെ ഡൽഹിയിലേക്ക് വന്ന് ഓർഗനൈസറിൻ്റെ പത്രാധിപ സമിതി അംഗമാകുന്നതും ഒക്കെ. 1972 ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റാകുന്നത്. കാരണം ജനസംഘത്തിൻ്റെ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ പിന്നീട് 1986 ബി.ജെ.പിയുടെ പ്രസിഡൻറ്റും അദ്ദേഹമാവുകയുണ്ടായി. കാരണം ഇന്ന് കാണുന്ന ബി.ജെ.പിയുടെ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തിച്ച 2 വ്യക്തികളിൽ ഒരാളാണ് അദ്വാനി, മറ്റൊരു വ്യക്തി വാജ്പേയിയാണ്. കാരണം വാജ്പേയി അദ്വാനി ദ്വന്ദ്വമാണ്. ഒരു കാലത്ത് അവരെ വിളിക്കപ്പെട്ടത് ലോഹപുരുഷൻ്റെ വികാസ് പുരുഷ് എന്നായിരുന്നു. അയൺ മാനായിരുന്നു അദ്വാനിയെങ്കിൽ ഒരു വികാസ് പുരുഷായിട്ടാണ് വാജ്പേയി അറിയപ്പെട്ടത്. കാരണം ഈ ദ്വന്ദ്വമാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർത്തിയെടുത്തത്. ആ അദ്വാനിയെ 2014 പ്രധാനമന്ത്രിയായിട്ടുള്ള മോഡി അവഗണിക്കുകയാണ് എന്ന വലിയ വിമർശനം ഈ അടുത്ത കാലത്ത് ഉയരുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അദ്വാനി വന്നില്ല എന്നുള്ളതാണ്. ആദ്യം അദ്വാനിയെ ക്ഷണിച്ചിരുന്നില്ല. ഹിന്ദു മഹാസഭയും മറ്റും അത് വിഷയമാക്കിയപ്പോൾ VHP നേതാക്കൾ പോയിട്ട് അദ്വാനിയെ ക്ഷണിച്ചു. പക്ഷേ ക്ഷണിച്ചപ്പോൾ തന്നെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ചമ്പത് റായ് പറഞ്ഞു അദ്വാനി വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരാഗ്രഹിച്ചിരുന്നില്ലാണ് അതിൻ്റെ അർത്ഥം.
അദ്വാനിയുടെ വരവ് അവർ ആഗ്രഹിച്ചിരുന്നില്ല, മുരളി മനോഹർ ജോഷിയുടെ വരവ് അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വന്നാൽ സ്വാഭാവികമായിട്ടും മീഡിയയുടെ ശ്രദ്ധ അവരിലേക്ക് കൂടി പതിയും. പ്രധാനമന്ത്രിയിൽ മാത്രമേ മീഡിയയുടെ ക്യാമറ വരാൻ പാടുള്ളൂ എന്ന നിർബന്ധം മോഡിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപമാനിതരാക്കി, പിന്നെ ക്ഷണിച്ച് അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്വാനിയെ ചെയ്തത്. ഇത് സ്വാഭാവികമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളിൽ ഒരു വിഭാഗത്തിന് വലിയ അമർഷമുണ്ട് ഇക്കാര്യത്തിൽ. അദ്വാനിയെ പോലുള്ളൊരു നേതാവിനെ, ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത നേതാവിനെ, BJP ഇന്ന് അധികാരത്തിലെത്തിച്ച നേതാവിനെ ഈ രീതിയിൽ അപമാനിക്കേണ്ടതുണ്ടോ എന്ന ഒരു വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഭാരതരത്നം നൽകുക വഴി ആ വിമർശനത്തെ ഒതുക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അദ്വാനിയേക്കാൾ സ്വന്തം മുഖം രക്ഷിക്കപ്പെടുന്നത് മോഡിയുടേതാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം അദ്വാനിക്ക് ഒരു അവാർഡ് കൊടുത്ത് തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ മോഡി ശ്രമിച്ചിട്ടുള്ളത്. ഇത് മോഡിയുടെ ഒരു ഗെയിം പ്ലാനാണ്. കാരണം ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷ മോഡിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ ഒരു വിഭാഗത്തെ കൂടി തൃപ്തിപ്പെടുത്താൻ, മണ്ഡല രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ കമണ്ഡല രാഷ്ട്രീയത്തെയും തൃപ്തിപ്പെടുത്താൻ മോഡി തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഈ അദ്വാനിക്ക് ഇങ്ങനെയൊരു ഭാരതരത്നം നൽകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിനുള്ള അർഹത? അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു, 6 വർഷത്തോളം ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഉപപ്രധാനമന്ത്രി 2 വർഷത്തോളം ഉപപ്രധാനമന്ത്രിയായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അത്ര വലിയ കഴിവ് കാട്ടിയിട്ടുണ്ടോ? ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാൻ ഡൽഹിയിൽ പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഓർമ്മിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതിലൊക്കെ അദ്വാനിയുടെ റോള് എന്തായിരുന്നു? അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് പാർലമെൻറ്റ് അറ്റാക്ക് നടന്നത്. 2003 പാർലമെൻറ്റ് അറ്റാക്ക് നടന്നത് അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതുപോലെ ദോഡയിൽ വലിയ ആക്രമണം നടന്നത് അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കാണ്ഡഹാർ എപ്പിസോഡ് ഉണ്ടായത് അദ്വാനിയുടെ കാലത്താണ്. ഒരു വിമാനം റാഞ്ച് ചെയ്തും അതിനുശേഷം മൻസൂർ അസർ പോലുള്ള പ്രധാനപ്പെട്ട തീവ്രവാദികളെ വിട്ടുകൊടുക്കുന്ന രീതി, അഫ്ഗാനിൽ കൊണ്ടുപോയി അവരെ വിട്ടുകൊടുക്കുന്ന രീതി, നാണം കെട്ട ഒരു സംഭവം ഉണ്ടായത് അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അത്തരമൊരു അദ്വാനിക്കാണ് ഇപ്പോൾ ഭാരതരത്നം നൽകി ആദരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ വിഭജന രാഷ്ട്രീയം അല്ലെങ്കിൽ മതധ്രുവീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തി അദ്വാനിയാണ്. നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ആ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അടിസ്ഥാന ആശയത്തിനെതിരായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാൾ ആരാണ് എന്ന് വിളിച്ചാൽ അതിൽ ഒന്നാമനായിരിക്കും ചിലപ്പോൾ അദ്വാനി. കാരണം മതധ്രുവീകരണമാണ്, ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയമാണ് അദ്ദേഹം നടത്തിയത്. സവർക്കറുടെയും പിന്നെ അതോടൊപ്പം തന്നെ ജിന്നയുടെയും ആരാധകനായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ഏറ്റവും കൂടുതൽ പഴിക്കുന്നത്, ഇന്ത്യ വിഭജനത്തിൽ പഴിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയെയാണ്. ആ ജിന്നയെ സെക്കുലർ ഭരണാധികാരിയാണ്, മതനിരപേക്ഷ ഭരണാധികാരിയാണ് എന്ന് വിശേഷിപ്പിച്ചത്, രാഷ്ട്രീയ നേതാവാണെന്ന് വിശേഷിപ്പിച്ചത് ഈ അദ്വാനിയാണ്. അതോടൊപ്പം തന്നെ വിഭജന രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സവർക്കറുടെ ആരാധകനും ഇതേ അദ്വാനിയാണ്. കാരണം സവർക്കറെയും ജിന്നയെയും ഒരുപോലെ ആരാധിക്കുന്ന ഒരു നേതാവിനാണ് ഇപ്പോൾ മോഡി ഗവൺമെൻറ് തന്നെ ഭാരതരത്നം നൽകിയിട്ടുള്ളത്. 2005 പാകിസ്ഥാൻ സന്ദർശിച്ച വേളയിലാണ് ജിന്നയെക്കുറിച്ച് അദ്ദേഹം ഒരു സെക്കുലറാണ് എന്ന് പദപ്രയോഗം നടത്തുന്നത്. അത് വലിയ ചർച്ചയുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം 2004 തെരഞ്ഞെടുപ്പിൽ UPA വിജയിച്ചു. UPA വിജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്വാനിയുടെ ലീഡർഷിപ്പിന് വലിയ ഇടിച്ചിലുണ്ടായപ്പോൾ ഒരു പിന്നെ ഹിന്ദുത്വ കഴുകൻ എന്ന ഒരു ഇമേജ് ഷെഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജിന്നയെ പുകഴ്ത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജിന്നയെ പുകഴ്ത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിലത് വലിയ തിരിച്ചടിയായി. 2009 തെരഞ്ഞെടുപ്പിൽ അദ്വാനിയെ തന്നെ
നേതൃത്വത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം ഇങ്ങനെയുള്ള അദ്വാനി എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് മതധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യത്നിച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തിക്കാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭാരതരത്ന പുരസ്കാരം നൽകിയിട്ടുള്ളത്. അദ്വാനിയെ ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് അനാദരിക്കപ്പെടുകയാണ്. അദ്വാനിയുടെ പ്രതിച്ഛായ വികസിക്കുമ്പോൾ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പ്രതിച്ഛായ ഇടിയുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ എന്തുമാകാമെന്നുള്ളതുകൊണ്ട് അല്പം വോട്ടിന് വേണ്ടിയിട്ട് മോഡി വീണ്ടും ഭാരതരത്ന പുരസ്കാരത്തെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്.